ഈ മതത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ മതം പൊട്ടുമ്പോഴാണ് ഇവിടെ വിഷവിത്തുകൾ സൃഷ്ടിക്കുന്നത്. ഞാൻ പറയുന്ന മനസ്സിലാവും. ഒരുപക്ഷെ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഹൈന്ദവ മതമോ ഇവിടെ ക്രിസ്തു മതമോ ഇവിടെ ഇസ്ലാം മതമോ ഒരു വിഷവിത്തും ഈ ലോകത്തിൽ വാങ്ങിയിട്ടില്ല. എല്ലാ മതങ്ങളിലും പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ നന്മ, മനുഷ്യന്റെ സ്നേഹം, ഈശ്വരനാണ് സർവത്തിന്റെയും അധിപതി എന്ന് പഠിപ്പിച്ചു. എന്നാൽ മതത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മതം പൊട്ടിയപ്പോ ഇവിടെ വിഷവിത്തുകൾ സൃഷ്ടിക്കപ്പെട്ടു. അതിന് കാരണം മതങ്ങളല്ല, മനുഷ്യൻ മാത്രമാണ്. അതാണ് ഞാൻ ആദ്യം പാടിയത്. ത്രേതായുഗത്തിൻ തീർത്ഥക്കരയിൽ തപോധനന്മാർ എവിടെ? പ്രപഞ്ച സംസ്കാരത്തിൻ വിത്തുകൾ പവിത്ര മണ്ണിൽ പാകി. മനുഷ്യനൊന്ന്, മനസ്സൊന്ന്, ഭാരതഭൂവിന്റെ മക്കളൊന്ന്. ഭാഗ്യസ്മരണീയനായ എൻ്റെ പട്ടം തന്ന എൻ്റെ പുണ്യപിതാവ് അഭിനന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി, ഒരുപക്ഷെ അദ്ദേഹത്തെ ലോകം മൊത്തം അറിയുന്ന ഒരു വേദശാസ്ത്ര പണ്ഡിതനാണ്. ഒരു റിലീജിയസ് മതത്തിന്റെ ഗുരുവായിട്ട് അറിയപ്പെടുന്ന ആളാണ് അഭിനന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ 94 വയസ്സിൽ ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, തിരുമേനി, ഈ ലോകത്തെ പറ്റി തിരുമേനിയുടെ കാഴ്ചപ്പാട് എന്താണ്? തിരുമേനി പറഞ്ഞു, മനോഹരമായി പറഞ്ഞ 2-3 വരികൾ, ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ജീവനും മരണവും ഒരുപോലെ. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരുപോലെ. രണ്ടാമത് പറഞ്ഞു, ഹിന്ദുവും മുസൽമാനും ക്രിസ്തുവും ദൈവത്തിന്റെ അംശം കുടികൊള്ളുന്നവനാണ്. മൂന്നാം അദ്ദേഹം പറഞ്ഞു, ഹൈന്ദവന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും കൈവിരൽ മുറിഞ്ഞാൽ ഉളവായി വരുന്ന രക്തത്തിന്റെ നിറം ഒന്നാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകം ഒന്നാണ്. ഈ 3 കൂട്ടർ ദാഹിക്കുമ്പോൾ കുടിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് പച്ചവെള്ളമാണ്. ഈ മനുഷ്യന്റെ ശരീരത്തിലെല്ലാം ഒഴുകുന്നത് ഒരേ നിറത്തിലുള്ള ചോരയും ഒരേ ശരീരഘടനയുമാണ്. പിന്നെ ആരാണ് വേലിക്കെട്ടുകൾ സൃഷ്ടിച്ചത്? പിന്നെ ആരാണ് പ്രതിസന്ധികൾ സൃഷ്ടിച്ചത്? പിന്നെ ആരാണ് ഇങ്ങനെ വേർകൃത്യങ്ങൾ സൃഷ്ടിച്ചത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചത് എൻ്റെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളാണ്. ഇതിങ്ങനെ പറയുമ്പോ എന്തുകൊണ്ടാണ് ഹൈന്ദവ സഹോദരൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരിക്ക് അല്പം ബ്ലഡ് വേണ്ടി വന്ന ഒരു അടിയന്തര സാഹചര്യത്തിൽ ഞാൻ പലരുടെ അടുക്കലും മുട്ടി. വളരെ അടുക്കൽ ഞാൻ ആവശ്യപ്പെട്ടു. എനിക്ക് ആളും പേരും അറിയാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ കഷ്ടപ്പെട്ടപ്പോ എന്നെ അറിയാത്ത, ഞാൻ ഏത് സമുദായത്തിൽപ്പെട്ടവനറിയാൻ വയ്യാത്ത, ഞാൻ എവിടുത്തുകാരനറിയാൻ വയ്യാത്ത, എന്റെ പേരറിയാൻ വയ്യാത്ത ഒരു ഹൈന്ദവ സഹോദരൻ മുന്നോട്ട് വന്ന് ഞാൻ രക്തം തരാമെന്ന് അനൗൺസ്മെന്റ് കേട്ട് വന്ന ഒരു ജീവിത സാഹചര്യമുണ്ട്. ഇതായിരുന്നു മനുഷ്യന്റെ ഐക്യമെന്നുള്ളത്. ഈ ഉത്സവത്തിൽ സംജാതമാകേണ്ട ഘടകവും അത് തന്നെയാണ്. വേലിക്കെട്ടുകൾ പൊളിക്കുന്ന മനുഷ്യ മനസ്സിന്റെ നല്ലൊരു സംസ്കൃതി ഉണ്ടാക്കിയെടുക്കുന്ന, ചൈതന്യമുണ്ടാകുന്ന, ജീവനുണ്ടാകുന്ന, പ്രഭ തൂകുന്ന സമാധാനത്തിന്റെ നല്ല ഇടങ്ങളായി ഇതുപോലെയുള്ള മഹോത്സവങ്ങൾ മാറുമ്പോഴാണ് ഈ നാടിന് ഐശ്വര്യമുണ്ടാവുന്നത്. പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയാൻ എനിക്കേറെ ഇഷ്ടമാണ്. നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരിശോധിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെ നിൽക്കുന്നവന് ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? നീ ജന്മം കൊടുത്ത് വളർത്തുന്ന നിന്റെ മക്കൾക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പരാതിയും ആവലാതികളും മാത്രമാണ്. സ്വയം നന്നാകണം. സ്വയം നന്നായാൽ പരിസരം നന്നാകും. പരിസരം നന്നായാൽ ലോകം നന്നാകും. നന്നായി ജീവിക്കുവാൻ പഠിപ്പിച്ച ഗുരുനാഥൻ്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ടുള്ള പ്രയാണത്തിന് എല്ലാ അനുഗ്രഹാശംസകൾ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥനാശംസയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.